അപ്പോൾ ഇനി എത്ര കാലം ഉപയോഗിക്കുന്നു അപ്പോഴെല്ലാം പണം കൊടുക്കണം. അപ്പോൾ ഇത് സാധാരണ സ്വകാര്യ സർവീസുകളൊക്കെ നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ പോയി ഏത് സ്വകാര്യ സർവീസ് എടുക്കണമെങ്കിൽ അതിന് എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നു അപ്പോഴൊക്കെയും പണം കൊടുക്കണം. പക്ഷേ സർക്കാരിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ റോഡ് എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കുന്നതിന്, റോഡിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ വണ്ടി എടുത്ത് പോകുമ്പോഴാണല്ലോ പൈസ കൊടുക്കേണ്ടത്. വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുന്നുണ്ട്, വണ്ടിക്ക് ടാക്സ് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് ആ വണ്ടിയിൽ അടിക്കുന്ന ഇന്ധനത്തിന് നമ്മൾ വേറെ ടാക്സ് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് ഈ ഓടിക്കുന്നതിന് റോഡിലും ടാക്സ് കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് പല തലത്തിൽ മനുഷ്യരെ ലൂട്ട് ചെയ്യുന്നതിനൊരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുന്നത്, ഒരേ കാര്യത്തിന് ഒരു വണ്ടി ഒരു റോഡിലൂടെ ഓടിക്കുന്നതിന് ഏതൊക്കെ വഴിയിലൂടെ മനുഷ്യരിൽ നിന്ന് പണം പിടുങ്ങിയെടുക്കാൻ കഴിയുമോ അതിൻ്റെ പരമാവധി സാധ്യതകളെ സർക്കാർ പ്രയോജനപ്പെടുത്തുന്നു. അതൊരു സ്വകാര്യ കമ്പനിയുടെ താല്പര്യത്തിനും അപ്പുറം പോയിക്കൊണ്ട്, സ്വകാര്യ കമ്പനികൾ പലപ്പോഴും ചില ഇളവുകളൊക്കെ തരുമല്ലോ, അതുപോലുമില്ലാതെ ഒരു പൗരനെ ഏതൊക്കെ വഴിക്ക് കൊള്ളയടിക്കാമെന്ന പരിധി കവിഞ്ഞ ആലോചന സർക്കാരിൽ പ്രവർത്തിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഇതൊരു സാധാരണ സംഗതി ഉണ്ട്. ചുമ്മാ ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ ഇന്ധനവില ഇന്ത്യയിൽ സാധാരണയിൽ കൂടുതലാണ് എന്ന് വെച്ചാൽ ഇവിടെ എക്സൈസ് ഡ്യൂട്ടി അത്രയുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ 106 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ അടിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡിന് വില കുത്തനെ ഇടിഞ്ഞ് ഇവിടെ ടാക്സ് അടക്കം 75 രൂപയ്ക്ക് തരാൻ കഴിയുന്ന കാലത്ത് പോലും നമ്മൾ 100 രൂപയ്ക്കാണ് എണ്ണയടിച്ചത്. കാരണം എന്താണ്? സർക്കാർ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയേ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഇങ്ങനെ കൂട്ടുന്നത് എന്താണ്? എന്തിനാണ് ഈ ഇത്രയധികം നികുതി കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന ചോദ്യത്തിന് ഇവിടുത്തെ BJP-കാരൊക്കെ എപ്പോഴും ചർച്ചകളിലൊക്കെ പറഞ്ഞു വിടുന്ന മറുപടി, ഇന്ത്യയിലെ ഈ റോഡുകളുടെ വികസനം നിങ്ങൾ കാണുന്നില്ല. കേരളത്തിൽ എന്തുമാത്രം റോഡിൻ്റെ വികസനം വന്നു. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ റോഡുകളുണ്ടായില്ല. ഈ റോഡുകളും പാലങ്ങളും ഉണ്ടാക്കാൻ പണം വേണ്ട, ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പണം വേണ്ട എന്നാണ് കേൾക്കുമ്പോൾ നമുക്ക് യുക്തിസഹമായി തോന്നും. പക്ഷേ സിഗേഷ് മനസ്സിലാക്കേണ്ട കാര്യം, സിഗേഷ് എന്തിനത്തിന് റോഡുണ്ടാക്കാനെന്ന് പറഞ്ഞ് ടാക്സ് കൊടുക്കണം. റോഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ റോഡ് ഉണ്ടാക്കിയതിൻ്റെ ചിലവും സിഗേഷിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ ഇന്ധന നികുതി എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്? അതൊരു ചോദ്യമല്ലേ. നമ്മൾ ഇന്ധന നികുതി ഞാൻ കൊടുത്തു, ശരിയാണ്, റോഡ് ഉണ്ടാക്കാനാണല്ലോ. റോഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ പറയാണ് നീ റോഡ് ഉണ്ടാക്കിയതിൻ്റെ പൈസ നീ തരണം. നമ്മൾ ആജീവനാന്തരം കൊടുത്തുകൊണ്ടിരിക്കണം. റോഡ് ഉണ്ടാക്കിയ പൈസ കൊടുത്താൽ പോരാ, റോഡ് ഉണ്ടാക്കിയതിന് ശേഷമുള്ള കൊള്ളയും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഇന്ധനത്തിൻ്റെ പിരിക്കുന്ന പൈസ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇവിടുത്തെ മുഴുവൻ സർവീസിൽ നിന്ന് നമ്മളിൽ നിന്ന് അധികമായി പണം ഈടാക്കുന്ന ഒരു ഭരണകൂടം ഈ പിരിക്കുന്ന ടാക്സൊക്കെ എന്ത് ചെയ്യുന്നുള്ള ക്വസ്റ്റൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഞങ്ങൾ നാഷണൽ ഹൈവേ ഉണ്ടാക്കുകയാണ് ഈ പിരിക്കുന്ന പൈസ കൊണ്ട് എന്ന കഥ പറയേണ്ട, നാഷണൽ ഹൈവേ നമ്മുടെ ഒന്ന് കുത്തിപ്പിരിക്കാൻ പോവാണ്. പിന്നെ വേറൊന്നുണ്ട്, ഇതിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടതില്ല, ഓഡിറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒട്ടും സുതാര്യമല്ല ഇത്. അതായത് ഒരു റോഡിന് 100 രൂപ ചിലവുണ്ടായാൽ 110 പിരിച്ചു കഴിഞ്ഞാൽ നിർത്തുന്നില്ലെന്ന് മാത്രമല്ല, 110 കഴിഞ്ഞാൽ പിന്നെ പിരിക്കുന്ന എത്രയാണെന്നുള്ള ഒരു കണക്കും പൊതുസമൂഹത്തിന് അവൈലബിൾ അല്ല എന്ന് വെച്ചാൽ ആ പണം പിന്നീട് ഉള്ള വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കുമെന്ന് പറയുന്നു. എന്താ തെളിവ്? എവിടെ ഉപയോഗിക്കുന്നു? എത്ര പണം കിട്ടി? ഓഡിറ്റ് വേണ്ടേ? ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ PM കെയർ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. അതിന് ഓഡിറ്റും ഇല്ല, കണക്കുമില്ല, ഒന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾ RTI വഴി ചോദിച്ചാലും ആൻസർ തരില്ല. എത്ര പൈസ അതിനകത്ത് വന്നിട്ടുണ്ട്? കോടാനുകോടി വന്നു പറഞ്ഞ ഫണ്ടാണ്. അത് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? അതെന്തിനാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഒരു കണക്കുമില്ല അതിന്. അതുപോലെ ഇനിയിപ്പോൾ ഹൈവേയുടെ കാര്യത്തിൽ നിങ്ങൾ ചുമ്മാ പാലിയേക്കര ടോൾ പ്ലാസ സമീപകാലത്ത് ഏറ്റവും സമരം ഉണ്ടായിട്ടുള്ള അവിടെയാണ്. അവിടെ കണക്ക് പ്രകാരം ഒരു ദിവസം 40 ലക്ഷം രൂപയോളം കമ്പനി പിരിച്ചെടുക്കുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000 കോടി രൂപ, 956 കോടിയാണ് അവസാനം വന്ന കണക്ക്, കഴിഞ്ഞ വർഷം വന്ന കണക്ക്, 1000 കോടിയോളം രൂപ പിരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഹൈവേ പണിയാനെടുത്ത പൈസയുടെ എത്ര ഇരട്ടി. ഇനി 5 വർഷം കൂടി ആ കമ്പനിക്ക് പിരിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത് മാത്രമല്ല, ഓരോ വർഷവും ആ കമ്പനി അതിൻ്റെ നിരക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വകാര്യ കമ്പനികളാണ് നിർമ്മിച്ചതെങ്കിൽ സ്വകാര്യ കമ്പനികൾ നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ പണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് എടുക്കുമെന്നാണല്ലോ പറഞ്ഞത്. സ്വകാര്യ കമ്പനി എത്ര പിരിക്കും? ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടല്ലോ. 100 രൂപയുടെ റോഡിന് സ്വകാര്യ കമ്പനി 110 പിരിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഈ ഇത്രയും കാലത്തെ പലിശ അടക്കം. സ്വകാര്യ കമ്പനിക്ക് തന്നെയും എത്ര കാലം പിരിക്കാൻ ഈ ഭരണകൂടം അനുമതി കൊടുക്കാൻ പോവാണ്? നമുക്ക് പോട്ടെ, നമ്മൾ കൊടുക്കുന്ന പണം ഗവൺമെൻറ്റാണ് എടുക്കുന്നത്, ഈ രാജ്യം നടത്തിക്കൊണ്ട് പോകാനാണല്ലോ. എന്നാൽ അങ്ങനെയല്ല, സ്വകാര്യ കമ്പനികൾക്ക് ആവശ്യത്തിലധികം പണം കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഇത്. ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഓൾറെഡി രാജ്യത്ത് എല്ലായിടത്തും നിങ്ങൾ ടോൾ പിരിവിൻ്റെ കണക്കെടുത്താൽ കമ്പനികൾ വലിയ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെയാണ് ഇങ്ങനെ സ്വകാര്യ കമ്പനികൾക്ക് പിന്നെയും വലിയ തോതിൽ പണം ഉണ്ടാക്കാനും അത് ചോദിക്കാൻ നമുക്കാർക്കും റൈറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തേത്, ഇത് ഓഡിറ്റില്ല, മറുപടി പറയേണ്ടതല്ല എന്ന് പറയുമ്പോൾ സർക്കാരിന് തന്നെയും ജനങ്ങളോട് ഒരു നിലയ്ക്കുമുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു പണമായിട്ട് ഈ പണം മാറാൻ എത്ര കോടാനുകൂടിയാണ്. ഒരു ദിവസം പാലിയേക്കരയിൽ മാത്രം 40 ലക്ഷം വരുന്നു. 10 വർഷം കൊണ്ട് 1000 കോടി പിരിച്ചെടുത്തെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ഒറ്റ റോഡിൽ, പാലിയേക്കരയിൽ ഒരു ടോളേ ഉള്ളൂ, ഒറ്റ റോഡിൽ തന്നെ പല ടോളുണ്ട്. വരാൻ പോകുന്ന ഈ ദേശീയപാതയിൽ ജില്ലകളിൽ അടിസ്ഥാനപ്പെടുത്തി പല ടോൾ വരും. ഉണ്ടാക്കാൻ പോകുന്ന കോടികൾ എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ എന്തിനൊക്കെ പണം കൊടുക്കണം? ഇനി വണ്ടി വാങ്ങിക്കുമ്പോൾ കൊടുക്കണം, പെട്രോളിന് പണം കൊടുക്കണം, റോഡ് ടാക്സ് കൊടുക്കണം, പോരാത്തതിന് ഇനിയിപ്പോൾ ടോളും കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇനി ഒന്നും സൗജന്യമല്ല, പുതിയ കാലത്തൊന്നും സൗജന്യമല്ല. നരേന്ദ്രമോദി സർക്കാരിൻ്റെയും BJP സർക്കാരിൻ്റെയും ഈ അനാവശ്യമായ സബ്സിഡികൾ, ഇളവുകൾക്കെല്ലാം അവരെതിരാണ്. അത് ശരിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാം, അപ്പോൾ ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഇളവും കൊടുക്കാൻ പാടില്ല, എല്ലാം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പരമാവധി പിരിച്ചെടുക്കണം എന്നാണ്.
നികുതി കൊടുക്കുന്ന മനുഷ്യർക്ക് തിരിച്ചെന്നാണ് കിട്ടുന്നത്? ക്വാളിറ്റി സർവീസ് കിട്ടുന്നുണ്ടോ? അവർ രാജ്യത്തെ പൗരൻ നിലയ്ക്ക്, നികുതി കൊടുക്കുന്ന പൗരൻ നിലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകളും ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ടോ? ഇതൊന്നുമില്ല. പിരിവ് മാത്രമുള്ള ഒരു ഭരണകൂടമായിട്ട് മാറുന്നു. ആനുകൂല്യങ്ങൾ പോട്ടെ, ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഉള്ള ആളുകൾ, കാറുള്ള മനുഷ്യൻ്റെ നിന്ന് പിരിച്ചെടുക്കുന്ന പൈസ കാറില്ലാത്ത പാവങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അവരുടെ വികാസത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ടോ ചോദിച്ചാൽ എവിടെ ചിലവഴിക്കുന്നുണ്ട്? തൊഴിലുണ്ടാക്കാൻ ചിലവഴിക്കുന്നുണ്ടോ? നമ്മളെപ്പോഴും പറയല്ലോ എത്ര, അതായത് തൊഴിൽ ഉണ്ടാക്കാൻ ചിലവഴിക്കുന്നു വെച്ചാൽ എല്ലാ തൊഴിൽ മേഖലകളും വലിയ തോതിലുള്ള അസ്ഥിരാവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ തൊഴിൽ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എവിടെയാണ് ഈ പൈസ എല്ലാം കൊണ്ട് ചിലവാക്കുന്നത് എന്നാരും ആലോചിക്കണം. റെയിൽവേയിൽ എത്ര 3 ലക്ഷത്തോളം ഒഴിവാണ് കിടക്കുന്നത്, ആർക്കാണ് കൊടുക്കുന്നത് എന്നാരും ആലോചിക്കണം. അടിസ്ഥാന വർഗ്ഗക്കാരൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി എന്താണ് പദ്ധതികൾ കൊണ്ടുവരുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരർത്ഥത്തിലും പുതിയ കാലത്ത് സബ്സിഡികൾ ഒഴിവാക്കിയ, സൗജന്യങ്ങൾ അവസാനിപ്പിക്കുന്ന, എല്ലാത്തിനും പേ ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാനെന്നുള്ള സാധാരണ യുക്തിയിലും നിഷ്കളങ്കതയിലും അല്ല കണ്ടത്. സർക്കാർ കൂടുതൽ ആവേശത്തോടെ നമ്മളെ കൊള്ളയടിക്കാൻ പോകുന്നതാണ് സാമാന്യർക്ക് മനസ്സിലാക്കേണ്ടത്.